Hello friends, welcome to my channel. നമ്മൾ ഇന്ന് നല്ല നാടൻ ചക്കപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുക്കറിൽ കുറച്ച് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചക്കക്കുരു ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ചേർക്കുമ്പോൾ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് കിട്ടാൻ ഏകദേശം 2-3 വിസിൽ അടിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചെടുക്കണം. ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പേരി വറവിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ക്രഷ് ചെയ്തതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ചക്കയും ചക്കക്കുരും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി നമുക്ക് ചക്ക വറവിട്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വറവിട്ട പാത്രത്തിലേക്ക് ഉപ്പേരി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ഈ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.